ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പ്രതിച്ഛായ എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ഒരു സമരമാണ്. മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ബാറുകളെല്ലാം അടച്ചുപൂട്ടുകയും സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാർ അനുമതി കൊടുക്കുകയും ചെയ്തതിലുള്ള പ്രതിപക്ഷത്തിന്റെ സമരമായിരുന്നു അത്. ആ ടൈമിൽ തന്നെ അവിടെ കുടിലുകെട്ടി സമരം ചെയ്യുന്ന ഒരു സ്ത്രീയും കുട്ടിയും കാണിക്കുന്നുണ്ട്. അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടത് കസ്റ്റഡി മരണത്തിലൂടെയായിരുന്നു. അവർ അവിടെ 149 ദിവസമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ പാർട്ടി സെക്രട്ടറിയായിരുന്നു ജയദേവൻ. മുഖ്യമന്ത്രിയായ വർഗീസിന്റെ പാർട്ടിയുടെ പ്രസിഡന്റായിരുന്നു പുരുഷോത്തമൻ എന്നയാള്. കേവലം 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വർഗീസ് മുഖ്യമന്ത്രിയായത്. തന്റെ പാർട്ടിയിൽ തന്നെയുള്ള പുരുഷോത്തമന് വർഗീസിനെ താഴെയിറക്കി ആ സ്ഥാനം കൈക്കലാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈയൊരു സമരം വലിയ പ്രശ്നമായി മാറാൻ അയാളും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വലിയ സമരം ഇവിടെ നടക്കുമ്പോഴും മുഖ്യമന്ത്രി വർഗീസ് ഇവിടേക്ക് വന്നില്ല. മുഖ്യമന്ത്രിയുടെ സുഹൃത്തും IT സെക്രട്ടറിയുമായ ചെറിയാൻ എന്ന് പറയുന്ന ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ഹൃദയാഘാതമായിരുന്നു അയാളുടെ മരണത്തിന് കാരണം. അവിടുത്തെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു വർഗീസ്. വർഗീസിന്റെ മൂത്ത മകനാണ് ടോബിൻ. വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമായ ടോബിനാകട്ടെ ഏതോ ഒരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധമുണ്ടായിരുന്നു. തന്റെ ഔട്ട് ഹൗസിൽ വെച്ചിട്ട് ആ സ്ത്രീയെ കണ്ടുമുട്ടുകയും അതിനുശേഷം ഈ സമരം നടക്കുന്നറിഞ്ഞിട്ട് അവിടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സ്ത്രീ ആരാണെന്ന് നമ്മളെ ഇപ്പൊ കാണിക്കുന്നില്ല. വർഗീസിന്റെ വലം കൈയായിരുന്നു രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഇയാള്. സമരം ശക്തമായി നടക്കുമ്പോൾ വർഗീസ് തന്റെ ഓഫീസിലേക്ക് വരുന്നു. അവിടുത്തെ ക്ലീനിംഗ് ജോലിക്കാരിയായിരുന്നു റാഹേൽ. വർഗീസ് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാളായിരുന്നു. റാഹേലിന്റെ മകളുടെ വിവാഹത്തിന് താൻ എന്തായാലും വരുമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. മന്ത്രിമാരെല്ലാം വിളിച്ചുകൂട്ടി വർഗീസ് നടത്തിയ യോഗത്തില് അയാൾ എടുത്ത തീരുമാനം എല്ലാവരെയും ഞെട്ടിച്ചു. സമരം നടത്തിയത് മറ്റു ബാറുകൾ പൂട്ടി നക്ഷത്ര ഹോട്ടലുകൾക്ക് മാത്രം ബാർ അനുമതി കൊടുത്തതുകൊണ്ടാണല്ലോ. പക്ഷെ വർഗീസ് ഇവിടെ പറഞ്ഞത് ബാക്കിയുള്ള ബാറുകൾക്കും അനുമതി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നക്ഷത്ര ഹോട്ടലുകൾ ഉൾപ്പെടെ എല്ലാ ബാറുകളും കേരളത്തിൽ അടച്ചുപൂട്ടണം. എന്നാൽ അതിൽ ചിലരൊക്കെ എതിർത്തു. ബാറുകളെല്ലാം അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ വരുമാനം നിലയ്ക്കുമെന്നും വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുമെന്നും പറയുന്നുണ്ട്. എന്നാൽ പിന്തുണയ്ക്കുന്നവരായിരുന്നു കൂടുതലും. അതുകൊണ്ട് അയാൾ അത് മീഡിയയുടെ മുന്നിൽ പ്രഖ്യാപിക്കുന്നു. ഇതോടെ പ്രതിപക്ഷത്തിന്റെ സമരം ഒരു രീതിയിൽ വിജയിച്ചെന്നുമായി. എന്നാൽ മറ്റൊരു രീതിയിൽ അവർക്കതൊരു തിരിച്ചടിയുമായിരുന്നു. ഈ സമരത്തിന്റെ പേരിൽ എങ്ങനെയെങ്കിലും വർഗീസിനെ താഴെയിറക്കാമെന്നായിരുന്നു അവരുടെ ചിന്ത. കാരണം ഇവരാരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നക്ഷത്ര ഹോട്ടലുകളുടെ അനുമതിയും വർഗീസ് എടുത്ത് കളയുമെന്ന്. ആ ഹോട്ടലുകാരിൽ നിന്നൊക്കെ വർഗീസ് ഒരുപാട് തുക കോഴ വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇവരെല്ലാവരും കരുതിയിരുന്നത്. അത് കാരണം ഇതവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. സീൻ അവിടെ കെട്ടായി. പിന്നീട് നമ്മളെ കാണിക്കുന്നത് രവി മാധവൻ എന്ന് പറയുന്ന ഒരാളെയാണ്. ഓൺ ടൈം എന്ന വലിയൊരു ന്യൂസ് ചാനലിന്റെ ഉടമയായിരുന്നു രവി മാധവൻ. കൂടാതെ അയാൾക്ക് പല രാജ്യങ്ങളിലും വലിയ വലിയ ബിസിനസ്സുകളുണ്ട്. അയാളുടെ ബിസിനസ് അഡ്വൈസർ ആയിരുന്നു ഇഷാൻജി എന്ന് പറയുന്ന ഇയാൾ. ഇവർ കേരളത്തിൽ എന്തോ വലിയൊരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. വർഗീസിന് മൂത്ത മകൻ ടോബിനെ കൂടാതെ ഇളയ മകൻ ജോൺ എന്ന് പറയുന്ന ഒരാൾ കൂടിയുണ്ട്. ടോബിന്റെ വൈഫിന്റെ പേര് റാണി എന്നും ജോണിന്റെ വൈഫിന്റെ പേര് റോസ് എന്നുമാണ്. ടോബിന്റെ മകൾക്ക് തന്റെ ഗ്രാൻഡ് ഫാദറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പല രാത്രികളിലും അയാളുടെ കൂടെയായിരുന്നു ആ കൊച്ചുകുട്ടി കിടന്നുറങ്ങിയിരുന്നത്. അടുത്തതായിട്ട് നമ്മളെ നായകനായ ജോണിനെ കാണിക്കുന്നു. അയൺവെയിൽ എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയുടെ CEO ആയിരുന്നു ജോൺ. പുതിയ പ്രോജക്ടിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയായിരുന്നു ജോൺ. ആ പ്രോഗ്രാമിൽ സുകേഷ് എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു. F ന്യൂസ് ചാനലിന്റെ ഉടമയായിരുന്നു അയാൾ. 3 സെൻട്രൽ മിനിസ്റ്റേഴ്സിനെ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി രാജിവെപ്പിച്ച ആളായിരുന്നു ഈ സുകേഷ്. അയാൾ കണ്ടെത്തുന്ന സ്റ്റോറി എല്ലാം തന്നെ 100% ശരിയായിരുന്നു. ഫേക്ക് ആയിട്ടുള്ള ഒരു സ്റ്റോറികളും അയാൾ തന്റെ ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം വർഗീസ് ഒരു ബഹുജന സമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. ഞങ്ങളുടെ പരാതികളെല്ലാം മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിച്ചു. അന്നേ ദിവസം ആരാ എന്ന് പറയുന്ന ഒരു പോലീസുകാരിയെ വർഗീസ് അവിടേക്ക് വിളിച്ചു വരുത്തുകയും ആ സ്ഥലത്ത് അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്നു. എന്തോ വലിയൊരു കേസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നെ വിളിച്ചതെന്നാണ് താരയോട് വർഗീസ് പറയുന്നത്. വർഗീസിന്റെ മൂത്ത മകൻ മാത്രമാണ് രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ളത്. എന്നാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനപ്പുറം വളരാൻ ടോബിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ജോണിനാകട്ടെ പൊളിറ്റിക്സിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷ പാർട്ടിയിലുള്ള ജയദേവന്റെ മകളായിരുന്നു ജോണിന്റെ വൈഫ് റോസ്. ജോണും പണ്ട് റോസിന്റെ അച്ഛന്റെയും കൂടെ അവരുടെ പാർട്ടിയെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോബിൻ രാഷ്ട്രീയത്തിൽ സജീവമാണെങ്കിലും വർഗീസ് അറിയാതെ പല പ്രോജക്റ്റുകളും പല കമ്പനീസിന് വേണ്ടിയും നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ അവരുടെയൊക്കെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുകയും ആ കാശൊക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതൊക്കെ വർഗീസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ജോണും റോസും റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് ആ കുടിലുകെട്ടി സമരം ചെയ്യുന്ന സ്ത്രീയുടെ കുട്ടികൾ അടുത്തേക്ക് വരുന്ന കണ്ട് ജോൺ ആകട്ടെ അവർക്ക് മിഠായി കൊടുക്കുന്നു. എന്നാൽ ആ സ്ത്രീ വന്നിട്ട് ജോണിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ മിഠായി കൊടുത്ത് എന്റെ കുട്ടികളെ കയ്യിലെടുക്കാൻ ശ്രമിക്കേണ്ട എന്ന്. അവർക്ക് നീതി കിട്ടാത്തതിന് കാരണം വർഗീസ് ആണെന്ന് കൂടിയാണ് അവർ പറയുന്നത്. തന്റെ അച്ഛൻ എന്തുകൊണ്ടാണ് ഈ സ്ത്രീയുടെ സമരം കാണാതെ പോകുന്നതെന്ന് ജോണിന് മനസ്സിലായില്ല. അതിനുശേഷം റോസിന്റെ കൂടെ റോസിന്റെ അച്ഛൻ ജയദേവനെ കാണാനും ജോൺ പോകുന്നുണ്ട്. ജയദേവനാകട്ടെ ജോണിനോട് പറയുന്നത് തന്റെ അച്ഛൻ വർഗീസ് വലിയ അഴിമതിയാണ് നടത്തുന്നതെന്നും തനിക്ക് അയാളോടൊന്ന് സംസാരിച്ചൂടെയെന്നും. എന്നാൽ അച്ഛന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഒന്നും തന്നെ ജോൺ ഇടപെടാറില്ലായിരുന്നു. അന്ന് വൈകുന്നേരം വിവാഹ തലേന്നുള്ള റാഹേലിന്റെ മകളുടെ പാർട്ടിയിൽ പങ്കെടുക്കാനും വർഗീസ് ജോണിന്റെ കൂടെ പോകുന്നുണ്ട്. മീഡിയ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണോ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് ജോൺ ചോദിക്കുമ്പോൾ വർഗീസ് പറയുന്നുണ്ട്, ഒരിക്കലും അല്ലാന്ന്. ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. എന്റെ അടുത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരമാവധി സോൾവ് ചെയ്ത് കൊടുക്കും. അതിൽ വലിയ നിയമമൊന്നും ഞാൻ നോക്കാറില്ല. പിന്നെ എന്തുകൊണ്ടാണ് കുടിലുകെട്ടി സമരം ചെയ്യുന്ന ആ സ്ത്രീയുടെ പ്രശ്നം സോൾവ് ചെയ്യാത്തതെന്ന് ജോൺ ചോദിക്കുമ്പോൾ വർഗീസ് പറയുന്നത് അവർ സർക്കാരിനെതിരെ 6 കേസ് കൊടുത്തുവെന്നാണ്. അതുകൊണ്ട് അവരെ ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ട
കാര്യമില്ലാന്ന്. 100 തെറ്റുകൾ ഞാൻ ചെയ്യുന്ന സമയത്തും അതുപോലെ 100 ശരികൾ ഞാൻ ചെയ്യാറുണ്ടെന്നാണ് വർഗീസ് പറയുന്നത്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ ശരികൾ മാത്രമേ ഞാൻ ഓർക്കാറുള്ളൂ. അങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങും. ജോൺ തന്റെ ബിസിനസ് എല്ലാം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് റഷ്യയിലേക്ക് പോകാനിരിക്കുകയാണ്. 6 മാസങ്ങൾ കഴിയുമ്പോഴേക്കും റോസിനെ അവിടേക്ക് തന്നെ കൊണ്ടുപോകാനായിരുന്നു ജോണിന്റെ തീരുമാനം. അതിൽ വർഗീസിന് വിഷമമുണ്ടായിരുന്നു. ടോബിനേക്കാൾ കൂടുതൽ വർഗീസിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ജോൺ ആയിരുന്നു. പക്ഷെ അവന്റെ ഇഷ്ടങ്ങൾക്ക് അയാൾ ഒരിക്കലും തടസ്സമായി നിന്നില്ല. അങ്ങനെ പിറ്റേന്ന് ജോൺ ആകട്ടെ റഷ്യയിലേക്ക് പോകാൻ ഇറങ്ങിയാണ്. പോകുന്നതിന് മുമ്പ് ടോബിനോട് ജോൺ പറയുന്നുണ്ട് കുറച്ച് ക്വാളിറ്റി ടൈം അച്ഛന്റെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന്. എന്നാൽ അച്ഛനെ എന്നേക്കാൾ കാര്യം നിന്നെയാണെന്നാണ് ടോബിൻ പറയുന്നത്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ജോൺ നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു. ആ സമയം വർഗീസ് ആകട്ടെ ഓൺ ടൈം എന്ന് പറയുന്ന ചാനലിന് ഫേസ് ടു ഫേസ് ഒരു ഇന്റർവ്യൂ കൊടുക്കുകയായിരുന്നു. ലൈവ് ഇന്റർവ്യൂ ആയിരുന്നു അത്. മുഖ്യമന്ത്രിക്ക് നേരെ വന്ന പല ആരോപണങ്ങളെ പറ്റിയും അരവിന്ദൻ എന്ന് പറയുന്ന ആ ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നും ഒരു തെളിവുകളുമില്ലല്ലോ. കോടതി ഞാൻ നിരപരാധിയാണെന്ന് പറയുകയും ചെയ്തു, എന്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്തു. പക്ഷെ വീണ്ടും ഒരു അലിഗേഷൻ നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ടെന്നാണ് അരവിന്ദ പറയുന്നത്. അതെന്താണെന്ന് വർഗീസ് ചോദിക്കുമ്പോൾ അവരൊരു വീഡിയോ കാണിക്കുന്നു. നിഷ ചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ ആയിരുന്നു അത്. അവർ ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവരുടെ കമ്പനിക്ക് വിദേശത്ത് നിന്നും വൈറ്റ് സാൻഡ് ഇമ്പോർട്ട് ചെയ്യാനുള്ള അനുവാദമുണ്ട്. അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത സാൻഡ് ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കിന് ഉപയോഗിക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു അപ്രൂവൽ വേണം. ആ അപ്രൂവലിന് വേണ്ടിയിട്ട് പലതവണ വർഗീസിനെ കാണാൻ നിഷ ശ്രമിച്ചിട്ടുണ്ട്. സാധാരണ സിഎമ്മിനെ ഓഫീസിൽ വെച്ചായിരുന്നു നിഷ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു ദിവസം സിഎം നിഷയെ സിഎമ്മിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ചു. ആ സമയം സിഎമ്മിന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം തന്നെ കോട്ടയത്ത് അവരുടെ ബന്ധുവിന്റെ വിവാഹം അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. വൈകുന്നേരം ഒരു 6:30ക്കും 7 മണിക്കും ഇടയിൽ വെച്ചിട്ടാണ് സിഎമ്മിനെ നിഷ കാണാൻ വേണ്ടിയിട്ട് സിഎമ്മിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പോയത്. ഡ്രൈവറിന്റെ കൂടെയാണ് പോയത്. ഡ്രൈവറിനെ പുറത്തു നിർത്തിയ ശേഷം സിഎമ്മിന്റെ ജോലിക്കാരൻ പാപ്പച്ചൻ പറഞ്ഞ പ്രകാരം അകത്തേക്ക് പോയി. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സിഎം തന്നോട് മോശമായിട്ട് പെരുമാറിയെന്നും തന്നെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചുവെന്നുമാണ് നിഷ പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തനിക്ക് നിലവിളിക്കാനോ റിയാക്ട് ചെയ്യാനോ പറ്റിയില്ല. എന്നാൽ ഇതെല്ലാം കേട്ട വർഗീസ് ആകട്ടെ അത് മുഴുവൻ നിരസിക്കുന്നു. ഈ സ്ത്രീയെ തനിക്ക് അറിയാമെന്നും പലതവണ ഇവർ തന്നെ കാണാൻ വന്നിട്ടുണ്ടെന്നും പറയുന്നു. പക്ഷെ ഇവർ പറയുന്ന പോലെ ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല. എന്നാൽ ജേർണലിസ്റ്റ് വീണ്ടും വർഗീസിനോട് ചോദിക്കുന്നത് ഈ സ്ത്രീ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്നാണ്. ആ സമയം വർഗീസ് പറയുന്നത് ഇവരെ ഓഫീസിൽ വെച്ചല്ലാതെ ഔദ്യോഗിക വസതിയിൽ വെച്ച് താൻ കണ്ടിട്ടില്ല എന്നാണ്. എന്നാൽ അതിനും തെളിവുകൾ ആ ചാനൽ കൊടുക്കുന്നു. ഔദ്യോഗിക വസതിയുടെ ഫ്രണ്ടിലേക്ക് നിഷ കാറിൽ വരുന്നതും നിഷ അവിടെ നിന്ന് ഇറങ്ങി പാപ്പച്ചനോട് സംസാരിച്ച ശേഷം ഔദ്യോഗിക വസതിക്കുള്ളിലേക്ക് സിഎമ്മിനെ കാണാൻ കയറി പോകുന്നതും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിഷ തന്റെ ഡ്രൈവറിനോട് പറഞ്ഞ് എടുപ്പിച്ച വീഡിയോ ആയിരുന്നു അത്. അതോടുകൂടി വർഗീസ് പറഞ്ഞത് കള്ളമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങൾ ആരും സിഎമ്മിനെ വിശ്വസിക്കുന്നില്ല എന്നും നിങ്ങൾ കുറ്റക്കാരനാണെന്നും അയാൾ പറഞ്ഞതോടുകൂടി വർഗീസ് ആകെ ഡിസ്റ്റർബ്ഡ് ആയി. എല്ലാ മീഡിയയും ഇത് ഏറ്റെടുത്തു. പ്രതിപക്ഷം ശക്തമായി സമരം ചെയ്യാൻ തുടങ്ങി. വർഗീസ് രാജിവെക്കണമെന്നായിരുന്നു എല്ലാവരുടെ ആവശ്യം. പാർട്ടി ഓഫീസിലേക്ക് പ്രസിഡന്റിനെ കാണാൻ വേണ്ടി വന്ന വർഗീസിനെ സമരക്കാർ കല്ലെറിയുന്നു. ഒരു കല്ലുകൊണ്ട് അയാളുടെ നെറ്റി പൊട്ടുകയും ചെയ്തു. വർഗീസിനെ താഴെയിറക്കാൻ തക്കം പാർത്തിരുന്ന പാർട്ടി പ്രസിഡന്റ് പുരുഷോത്തമന് ഇത് വീണ് കിട്ടിയൊരു ചാൻസ് ആയിരുന്നു. അയാൾ മീഡിയയോട് പറയുന്നുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് വർഗീസ് എന്തായാലും രാജിവെക്കുമെന്ന്. എന്നാൽ അതിനോട് രാമകൃഷ്ണന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വർഗീസിനെ പൂർണ്ണമായിട്ടും രാമകൃഷ്ണൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം നമ്മളെ രവി മാധവന്റെ വീട് കാണിക്കുന്നു. വിനോദ് എന്ന് പറയുന്ന ഒരു പയ്യനാകട്ടെ രവി പറഞ്ഞ പ്രകാരം കുറച്ച് എവിഡൻസ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് രവിയുടെ അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. അതിലൊരു ഫോണും ടാബും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സാർ തന്ന സാധനങ്ങളെല്ലാം താൻ വീട്ടിൽ കൃത്യമായി എത്തിച്ചിട്ടുണ്ടെന്ന് വിനോദ് രവിയെ വിളിച്ച് പറഞ്ഞതും വിനോദിനെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവനെ വെച്ചേക്കണ്ടെന്ന് രവി തീരുമാനിക്കുകയും രവിയുടെ ആൾക്കാർ ഒരു ആക്സിഡന്റിലൂടെ അവനെ കൊല്ലുകയും ചെയ്യുന്നു. വർഗീസിനെതിരെ വലിയൊരു അലിഗേഷൻ ആണല്ലോ വന്നിരിക്കുന്നത്. അന്ന് രാത്രി അയാൾ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ മൂത്ത മരുമകൾ റാണിയാകട്ടെ അയാളോട് നല്ല ദേഷ്യത്തിലായിരുന്നു. തന്റെ മകളെ വർഗീസിന്റെ അടുത്തേക്ക് വിടാൻ പോലും റാണി തയ്യാറായിരുന്നില്ല. എയർപോർട്ടിലേക്ക് പോയ ജോൺ ആകട്ടെ അവിടെ ഇരുന്ന് ഈ വാർത്തകളെല്ലാം കണ്ടത് കാരണം തന്റെ യാത്ര മുടക്കി തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജോണിനെ കണ്ടപ്പോഴായിരുന്നു വർഗീസിനെ കുറിച്ച് ആശ്വാസം തോന്നിയത്. ആ സ്ത്രീ അച്ഛനെ കാണാൻ വന്നിട്ടില്ല എന്ന് എന്തുകൊണ്ട് അച്ഛൻ കള്ളം പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ വർഗീസ് പറയുന്നുണ്ട് ഓൾറെഡി ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ താൻ വല്ലാതെ പാനിക്കായി എന്നും അത് കാരണം ആ ആരോപണം പെട്ടെന്ന് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് അവരെ അവിടെ വെച്ച് കണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് അതൊക്കെ തെളിയിക്കാമെന്നാ കരുതിയത്. പക്ഷെ അതിന്റെ വീഡിയോസും തെളിവുകളും അവരുടെ കയ്യിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാണ് വർഗീസ് പറയുന്നത്. ശരിക്കും അന്ന് അവിടെ നടന്ന കാര്യങ്ങളും വർഗീസ് ജോണിനോട് പറയുന്നു. ആ സ്ത്രീ തന്നെ കാണാൻ വന്നു എന്നുള്ളത് ശരിയാണ്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്ത് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടുകയായിരുന്നു. അല്ലാതെ ഈ മീഡിയ പറയുന്നത് പോലെയും അവർ പറയുന്നത് പോലെയും ഒന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല. ഒരുപാട് അഴിമതികളും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യം താൻ ചെയ്തിട്ടില്ല എന്ന് വർഗീസ് ജോണിന് ഉറപ്പ് കൊടുക്കുന്നു. അച്ഛന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ജോൺ വർഗീസിന്റെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് ഫൈറ്റ് ചെയ്യണമെന്നാണ് വർഗീസും ജോണിനോട് പറയുന്നത്. അതും പറഞ്ഞ് അന്ന് രാത്രി ഉറങ്ങാൻ പോയ വർഗീസ് പിന്നെ ഉണർന്നില്ല. പിറ്റേന്ന് രാവിലെ വീട്ടുകാരുടെ ബഹളം കേട്ടായിരുന്നു ജോൺ ഉറക്കമെഴുന്നേൽക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു വർഗീസിന്റെ മരണ കാരണം. തലേന്നുണ്ടായ അലിഗേഷനും ആ ടെൻഷനും നാണക്കേടുമാണ് ഇയാളെ മരണത്തിലേക്ക് നയിച്ചതെന്ന് മീഡിയ പറയാൻ തുടങ്ങി. നാണം കെട്ട പടിയിറക്കുമെന്നായിരുന്നു പല വാർത്തകളുടെയും തലക്കെട്ട്. അതുവരെ അയാൾ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം എല്ലാവരും മറന്നു. അവസാനം അയാൾക്കെതിരെ വന്ന ആ അലിഗേഷൻ ആയിരുന്നു എല്ലാവരും ചർച്ചാ വിഷയമാക്കി വെച്ചത്. അയാളുടെ കല്ലറയിൽ പൂവയ്ക്കാൻ പോലും ആരും വന്നില്ല. അവരുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വർഗീസിന്റെ മരണശേഷം ആ മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് കിട്ടുമെന്നായിരുന്നു പാർട്ടിയിൽ ചർച്ച. കൂടുതലും ചാൻസ് വരേണ്ടത് ടോബിനായിരുന്നു. എന്നാൽ
അതിനിടയ്ക്ക് ജോണിനെതിരെ ഒരു കേസ് വരുന്നു. 125 കോടിയുടെ കള്ളപ്പണ ഇടപാട് ജോൺ നടത്തിയെന്നായിരുന്നു ഒരു വാർത്ത വന്നത്. ഇഡി എല്ലാം തന്നെ ജോണിനെ തേടി വരുന്നു. ജോണിന്റെ വീട്ടില് റെയ്ഡ് നടക്കുന്നു. ഇതോടെ വർഗീസിന്റെ ഫാമിലി മുഴുവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റാത്തത്ര അഴിമതി നടത്തുന്നവരാണെന്ന് എല്ലാവരും ചർച്ച ചെയ്യാൻ ആരംഭിച്ചു. ടോബിന്റെ രാഷ്ട്രീയ ഭാവിയും അത് ബാധിക്കുമെന്ന് ടോബിന് മനസ്സിലായി. ടോബിന് ജോണിനോടും ദേഷ്യം തോന്നുന്നു. ജോണിനെതിരെയും കൂടി കേസ് വന്നതോടുകൂടി ആ ഫാമിലിയിലുള്ള ടോബിനെയും ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട എന്നായിരുന്നു അവരുടെ പാർട്ടിയുടെ തീരുമാനം. ജോണിനെതിരെ ഈ അലിഗേഷൻസ് എല്ലാം ഉണ്ടായത് സുകേഷ് നാളുടെ ആ എഫ് ന്യൂസ് ചാനലിലൂടെയായിരുന്നു. ഇയാളെയായിരുന്നല്ലോ ജോൺ തന്റെ കമ്പനിയുടെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് കണ്ടതും. 100% സത്യം മാത്രം പറയുന്ന അയാളുടെ ചാനലിലൂടെ ഈ അലിഗേഷൻസ് വന്നതോടുകൂടി എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. 3 ദിവസം ഇഡി കസ്റ്റഡിയിൽ വെച്ച് ജോണിനെ ചോദ്യം ചെയ്യുന്നു. ജോൺ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് റോസ് വിശ്വസിച്ചിരുന്നു. റോസ് ജയദേവനോടും ഇതിനെപ്പറ്റി പറയുന്നു. ജോണിനെ തനിക്ക് വിശ്വാസമാണെന്നാണ് ജയദേവനും പറയുന്നത്. ടോബിനെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി അടുത്ത ഒരാളെ തിരഞ്ഞെടുക്കണം. പാർട്ടി പ്രസിഡന്റ് പുരുഷോത്തമൻ തന്നെയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. അയാളും ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രി അവർ പ്രഖ്യാപിക്കാൻ തുടങ്ങുന്നതിന് കുറച്ചു മുൻപ് അവർക്കൊരു കോള് വരുന്നു. ജോണിനെതിരെയുള്ള എല്ലാ അലിഗേഷനും നീങ്ങിയിരിക്കുന്നു. ഇഡി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. ജോണിനെതിരെ ഒരു കള്ളക്കേസാണ് വന്നിരിക്കുന്നത്. ജോൺ ഒരിക്കലും കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടില്ല. ജോൺ തന്റെ സ്റ്റാർട്ടപ്പ് എല്ലാം തന്നെ വിറ്റിട്ടുണ്ടായിരുന്നു. വിറ്റ് കിട്ടിയ 96 കോടി രൂപയിൽ കുറെ കാശ് UP ബേസ്ഡ് ആയിട്ടുള്ള സംയോജിത ട്രസ്റ്റ് ഫോർ ചൈൽഡ് കെയർ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കാണ് കൊടുത്തത്. ആ ട്രസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് രാജ്യത്ത് ദളിത് ആദിവാസി കുട്ടികളുടെ എഡ്യൂക്കേഷനും അവരുടെ സംരക്ഷണമായിരുന്നു. ബാക്കിയുള്ള കാശാകട്ടെ ജനാധിപത്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന മൂവ്മെന്റ് ഫോർ ഡേറ്റ ഫ്രീഡം ആൻഡ് ഡെമോക്രസി എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജോൺ ചെലവഴിച്ചത്. ഈ ഒരു കൂട്ടായ്മയായിരുന്നു ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുടെയും കമ്പനികളുടെയും സ്കാമുകളെല്ലാം പുറത്തു കൊണ്ടുവന്നത്. അഴിമതിക്കെതിരെയുള്ള ആ കൂട്ടായ്മയുടെ മൂവ്മെന്റിൽ തന്നെ കൊണ്ടാവുന്ന തരത്തിലുള്ള സഹായം ഞാൻ അവർക്ക് ചെയ്തുവെന്നാണ് ജോൺ മീഡിയയോട് പറയുന്നത്. അതിനെന്നെ സപ്പോർട്ട് ചെയ്തതും അച്ഛൻ വർഗീസ് തന്നെയാണെന്ന് ജോൺ പറയുന്നു. അദ്ദേഹം തന്നെയായിരുന്നു എന്റെ മെന്റർ. ജോൺ അത് പറഞ്ഞതോടുകൂടി മീഡിയ മുഴുവൻ ജോണിനെ സപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചു. അത്രയും നല്ല കാര്യങ്ങളാണ് തന്റെ സ്റ്റാർട്ടപ്പ് വിറ്റ കാശുകൊണ്ട് ജോൺ ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെല്ലാം ജോൺ തരംഗമായി. എല്ലാ യുവാക്കളും ജോണിനെ സപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചു. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ജോൺ വരണമെന്നായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചത്. അഴിമതിക്കെതിരെ സംസാരിക്കുന്ന, നാടിനു വേണ്ടി നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവിനെയായിരുന്നു എല്ലാവർക്കും ആവശ്യം. അതോടെ ഭരണപക്ഷത്തുള്ള പാർട്ടിക്ക് ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വരുന്നു. പുരുഷോത്തമനെയോ ടോബിനെയോ മുഖ്യമന്ത്രിയാക്കണ്ട, എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ജോണിനെ മുഖ്യമന്ത്രിയാക്കണം. അങ്ങനാണെങ്കിൽ ജനങ്ങളെല്ലാം തങ്ങളുടെ കൂടെയുണ്ടാകും. പക്ഷെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യം കാണിക്കാത്ത ജോണിനെ അവന്റെ അമ്മ കൂടി നിർബന്ധിക്കുന്നു. ടോബിന് ഇതിൽ എതിർപ്പുകളുണ്ടായിരുന്നു. പുരുഷോത്തമനും ഈ ഒരു തീരുമാനം ഇഷ്ടമായിരുന്നില്ല. പക്ഷെ പാർട്ടിയുടെ കൂടെ നിൽക്കാനേ അയാൾക്ക് സാധിക്കുമായിരുന്നുള്ളൂ. ഇതിൽ അമ്മയുടെ നിർബന്ധം കാരണം ജോൺ മുഖ്യമന്ത്രി സ്ഥാനം സ്വീകരിക്കാൻ തയ്യാറായി. ജോൺ ആ സ്ഥാനത്തേക്ക് വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവന്റെ അമ്മയും രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആളുമാണ്. എന്നാൽ റോസ് ആകട്ടെ ജോണിനോട് പറയുന്നുണ്ട്, നമ്മൾ വിവാഹത്തിന് മുന്നേ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ആക്റ്റീവ് പൊളിറ്റിക്സിൽ ഉണ്ടായിരിക്കില്ല. അത് നമ്മളുടെ ബന്ധത്തെ ഒരുപാട് ബാധിക്കുമെന്ന് നമ്മൾക്ക് നേരത്തെ അറിയാമായിരുന്നു. രക്ഷകർത്താക്കളോട് നോ പറയേണ്ട സമയത്ത് നോ പറഞ്ഞു തന്നെയാണ് നമ്മൾ ഇവിടം വരെത്തിയത്. നിന്റെ അമ്മയോട് നിനക്ക് നോ പറയാമായിരുന്നു. എന്നാൽ എനിക്ക് ആ സമയം അമ്മയുടെ കൂടെ നിൽക്കാനാ തോന്നിയെന്നാണ് ജോൺ പറയുന്നത്. ജോണിന്റെ ആ ഒരു തീരുമാനം അവന്റെ കുടുംബജീവിതത്തെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ജോണിന്റെ സത്യപ്രതിജ്ഞയാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ റോസ് വന്നില്ല. പക്ഷെ ജോണിനെതിരെ കള്ളക്കേസ് കൊടുത്ത ആ ചാനലിന്റെ ആള് സുകേഷ് അവിടെ ഉണ്ടായിരുന്നു. ജോണിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. സുകേഷ് ജോണിനെ നോക്കി ചിരിക്കുന്നുണ്ട്. ശരിക്കും ഇതെല്ലാം ജോണിന്റെ പ്ലാനിംഗ് ആയിരുന്നു. ഒരിക്കലും ആരും ചിന്തിക്കാത്ത ആ മുഖ്യമന്ത്രി സ്ഥാനം തന്റെ അടുക്കളേക്ക് എത്താനുള്ള ജോണിന്റെ പ്ലാനിംഗ്. ജനങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ജോണിനൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തനിക്കെതിരെ ഫേക്ക് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സുകേഷിനോട് ജോൺ തന്നെയാണ് പറഞ്ഞത്. ജോണിന് പലയിടങ്ങളിലും ഒരുപാട് പിടിപാടുണ്ടായിരുന്നു. അതെല്ലാം ഉപയോഗിച്ച് തന്റെ വീട്ടിലേക്ക് ഇഡിയെ വരുത്തി. എന്നിട്ട് മീഡിയയുടെ മുന്നിൽ താൻ നിരപരാധിയാണെന്ന് തെളിയിക്കുകയും താൻ ചെയ്ത നല്ല കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. അതോടെ ഒറ്റ രാത്രി കൊണ്ട് ജോൺ സോഷ്യൽ മീഡിയയിൽ താരമായി. പരിഗണനയിൽ പോലും ഇല്ലാതിരുന്ന മുഖ്യമന്ത്രി സ്ഥാനം ജോണിനെ തേടി വന്നു. ഇതെല്ലാം ജോൺ ആഗ്രഹിച്ചതാണ്. തന്റെ അച്ഛൻ വർഗീസിന്റെ മരണത്തിന് കാരണക്കാരായ ആൾക്കാരെ പുറത്തു കൊണ്ടുവരാനും അദ്ദേഹം ശരിക്കും നിരപരാധിയായിരുന്നുവെന്ന് ജനങ്ങളെ അറിയിക്കാനുമായിരുന്നു ജോൺ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. തന്റെ അച്ഛൻ എങ്ങനെയാണോ ആൾക്കാരോടെല്ലാം സംസാരിച്ചു കൊണ്ടിരുന്നത്, പെരുമാറിക്കൊണ്ടിരുന്നത്, അതുപോലെ തന്നെയായിരുന്നു ജോണും. റാഹേലിനോട് അച്ഛൻ കാണിച്ച അതേ സ്നേഹം ജോണും കാണിച്ചു. സാധാരണ രാഷ്ട്രീയക്കാരിടുന്ന പോലുള്ള വേഷമൊന്നും തന്നെ ജോൺ സ്വീകരിച്ചില്ല. അവൻ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരുന്നു മുഖ്യമന്ത്രി കസേരയിലിരുന്നത്. ജോണിനോട് കുറിച്ച് അസൂയയും ദേഷ്യമുള്ള പുരുഷോത്തമനാകട്ടെ ജോണിനോട് പറയുന്നുണ്ട്, പൊളിറ്റിക്സിൽ നിനക്ക് വലിയ പരിചയമൊന്നുമില്ലാത്ത കാരണം അഡ്വൈസേഴ്സ് ആയിട്ട് 3 പേരെ സെലക്ട് ചെയ്ത് ജോണിന്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് പുരുഷോത്തമൻ തീരുമാനിക്കുകയും അവരുടെ പേരുകൾ ജോണിന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ 3 പേരെയും എനിക്ക് ആവശ്യമില്ല എന്നാണ് ജോൺ പറയുന്നത്. തനിക്ക് പൊളിറ്റിക്സിൽ അഡ്വൈസ് തരാൻ വേണ്ടിയിട്ട് ഒരാൾ മാത്രം മതി, അയാൾ മാത്രം എന്റെ കൂടെ നിന്നാ മതി. അത് മറ്റാരുമായിരുന്നില്ല, പുരുഷോത്തമൻ തന്നെയായിരുന്നു. ജോൺ തന്നെ കൂടെ നിർത്താൻ തീരുമാനിച്ചത് പുരുഷോത്തമനും ഒരു ഞെട്ടലുണ്ടാക്കി. അതിനോടൊപ്പം സന്തോഷവും. താൻ മുഖ്യമന്ത്രി ആയ ശേഷം ആദ്യം ജോൺ തീരുമാനിച്ചത് കുടിലുകെട്ടി സമരം ചെയ്യുന്ന ആ സ്ത്രീയുടെ പ്രശ്നം തീർക്കാനായിരുന്നു. ആ സ്ത്രീക്ക് ഒരു ജോലി കൊടുക്കുകയും അവരുടെ മക്കളുടെ പഠന ചെലവ് മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. അതിനുശേഷം ജോൺ ആകട്ടെ പാർട്ടി പ്രസിഡന്റ് പുരുഷോത്തമനോട് പറയുന്നുണ്ട്, ക്യാബിനറ്റിൽ തന്റെ ലിസ്റ്റിലുള്ള കുറച്ച് ആൾക്കാരെ ഉൾപ്പെടുത്തണമെന്ന്. കഴിവുള്ള ഒരുപാട് നല്ല ചെറുപ്പക്കാരാണത്. എന്നാൽ ഇത്രയും കാലം ജാതിയും മതവും ഒക്കെ നോക്കിയിട്ടായിരുന്നു അവർ ക്യാബിനറ്റിൽ ആൾക്കാരെ എടുത്തുകൊണ്ടിരുന്നത്. ഇതൊന്നും ശരിയാവില്ല എന്ന് പുരുഷോത്തമൻ പറയുമ്പോൾ ജോൺ തന്റെ പ്ലാനിംഗ് പറയുന്നു.
പറയുന്നു. സാധാരണ കേരളത്തിലെ ജനങ്ങള് ഓരോ 5 വർഷം കഴിയുമ്പോഴും അടുത്ത പാർട്ടിയായിരിക്കും ജയിപ്പിക്കുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ജയിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ ഇവിടുത്തെ ഒരു ശീലം. ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ട് അടുത്ത തവണ നമ്മുടെ പാർട്ടി തോൽക്കും. തോൽക്കുകയാണെങ്കിൽ ആ തോൽവിയുടെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് ജോൺ പറയുന്നു. പക്ഷേ മറിച്ച് ഞാൻ പറഞ്ഞ ആൾക്കാരെല്ലാം ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തി കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ പരീക്ഷണം വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജനങ്ങൾ അടുത്ത ഇലക്ഷനിൽ നമ്മളുടെ കൂടെ തന്നെ നിൽക്കും. നമ്മൾ തന്നെ ജയിക്കും. അങ്ങനെ ജയിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും മുഖ്യമന്ത്രിയാവാൻ താല്പര്യപ്പെടുന്നില്ല. ആ സ്ഥാനം സാറിനുള്ളതാണ്. അതായത് തൽക്കാലത്തേക്ക് മാത്രമാണ് ജോൺ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. പുരുഷോത്തമന് കിട്ടേണ്ട സ്ഥാനം പുരുഷോത്തമന് തന്നെ കിട്ടുമെന്ന് ജോൺ വാക്കു കൊടുക്കുകയായിരുന്നു. ആ ഒരു ഡീല് കേട്ടപ്പോൾ പുരുഷോത്തമൻ ഓക്കെ പറയുന്നു. കാരണം അയാള് ആ മന്ത്രിസ്ഥാനം അത്രയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ക്യാബിനറ്റിൽ ജോൺ കൊണ്ടുവന്ന ആൾക്കാരെയും ചേർക്കാമെന്ന് ഉറപ്പുകൊടുത്തു. അതിനുശേഷം ജോൺ താരാന്ന് പറയുന്ന പോലീസുകാരെ കാണുന്നുണ്ട്. രാജിക്കത്ത് കൊടുത്ത ശേഷം തനിക്കെതിരെ വന്ന അലിഗേഷന് അന്വേഷണം നടത്തണമെന്ന് വർഗീസ് DJ കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊഴി കൊടുത്ത നിഷ എന്ന് പറയുന്ന ആ സ്ത്രീയാകട്ടെ നേരത്തെ മുംബൈയിലായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷേ വർഗീസ് മരിച്ച് 1 മണിക്കൂറിനുള്ളിൽ ആ സ്ത്രീ UK-ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. അവരെന്തിനെയോ പേടിച്ചിട്ടാണ് പെട്ടെന്ന് ഇവിടെ നിന്നും പോയതെന്ന് ജോണിന് തോന്നാൻ തുടങ്ങി. കൂടാതെ വർഗീസ് എന്തിനാണ് താര ഇവിടെ അപ്പോയിന്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ താര പറയുന്നുണ്ട് ആ കേസിനെ പറ്റി വർഗീസ് സാറ് ഒന്നും തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന്. എന്നാൽ എന്തോ ഒരു വലിയ കേസ് കൈകാര്യം ചെയ്യാനാണ് ഇവിടേക്ക് തന്നെ വിളിച്ചു വരുത്തിയത്. ഇവിടെ ഓൺ ടൈമിന്റെ ഉടമയായ രവി മാധവനും ആ ജേർണലിസ്റ്റും ഇഷാനും കൂടി പ്ലാൻ ഇടുന്നു. ജോണിനെതിരെയുള്ള ഒരു വാർത്തകളും തങ്ങളുടെ ചാനലിലൂടെ ഇപ്പോൾ പുറത്തുവിടണ്ടെന്നും ജോണിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകൾ മാത്രം പുറത്തുവിട്ടാൽ മതി എന്നുമാണ് രവി പറയുന്നത്. കാരണം ഇവർക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ജോണിനെ കൊണ്ട് ചില കാര്യങ്ങൾ സാധിക്കാനുണ്ടായിരുന്നു. പിറ്റേന്ന് ഇവർ പ്രസിഡന്റ് പുരുഷോത്തമനെയും കൂട്ടി ജോണിനെ കാണാൻ പോകുന്നു. അവർ കേരളത്തിലേക്ക് ഒരു പുതിയ പ്രോജക്ട് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഫ്രീ നെറ്റ്വർക്ക്, അതായത് ഇന്റർനെറ്റ് ഒരു മൗലിക അവകാശമായി മാറണം. അതായിരുന്നു അവരുടെ ലക്ഷ്യം. 1 നേഷൻ 1 ഇൻഫർമേഷൻ എന്നായിരുന്നു അവർ ആ പദ്ധതിക്ക് പേരിട്ടത്. എല്ലാവരെ പുരുഷോത്തമനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ജോൺ അവരോട് പറയുന്നുണ്ട് താനിതൊന്ന് പഠിച്ചിട്ട് നിങ്ങളെ കാര്യങ്ങൾ അറിയിക്കാമെന്ന്. പക്ഷെ ഇവരിത് പറയുന്നതിന് മുന്നേ തന്നെ ജോണിന് ഈ ഒരു കാര്യത്തെ പറ്റി അറിയാമായിരുന്നു. ഇവർ ജോണിനെ കാണാൻ വരുന്നതിന് മുന്നേ വർഗീസിനെ കണ്ട് ഒരു പ്രോജക്റ്റിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വക കാര്യങ്ങളിൽ കൂടുതൽ അറിവ് ജോൺ ആയതുകൊണ്ട് അന്ന് വർഗീസ് ജോണിനോട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ജോണിന് ഇതിന്റെ പിന്നിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ പറ്റി അന്നേ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. 1 നേഷൻ 1 ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ഇവർ ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ കേബിൾസ് ആയിരിക്കും എല്ലായിടത്തേക്കും പോകുന്നത്. ഇവരുടെ കമ്പനി എന്താഗ്രഹിക്കുന്നോ അതായിരിക്കും എല്ലാവരും ഇന്റർനെറ്റിലൂടെ കാണുന്നത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എന്ത് ചിന്തിക്കണം എന്ത് കാണണമെന്ന് ഇവർ തീരുമാനിക്കും. ഈ ഒരു ഡീല് വർഗീസ് സൈൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോർപ്പറേറ്റ് ഏജൻസിക്ക് എപ്പോ വേണമെങ്കിലും നെറ്റ്വർക്ക് സീൽ ചെയ്യാൻ സാധിക്കും. കേരളം സ്തംഭിക്കും. നമ്മുടെ കയ്യിലുള്ള ഫോൺ പോലും നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറും. രാഷ്ട്രീയവും മനുഷ്യജീവിതവും പ്രോഗ്രാം ചെയ്യപ്പെടും. സ്കൂളുകളിലും കോളേജുകളിലും സർക്കാർ ഓഫീസുകളിലും എല്ലാം തന്നെ ഇവരുടെ ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിലൂടെ അവർക്ക് എല്ലാ ഇൻഫർമേഷൻസും കിട്ടും. നമ്മൾ എന്ത് ചിന്തിക്കണമെന്നും ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പോലും ആ ഇന്റർനെറ്റ് ആയിരിക്കും പിന്നെ തീരുമാനിക്കുന്നത്. അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഇന്റർനെറ്റിലൂടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ഡീൽ സൈൻ ചെയ്യില്ലെന്ന് ജോൺ അന്നേ വർഗീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർഗീസ് അതനുസരിച്ച് രവിയോട് നോ പറഞ്ഞതുമാണ്. പക്ഷെ ഇതൊന്നും അറിയാതെ രവി മാധവനും കൂട്ടരും ജോണിനെ തന്നെ കാണാൻ വന്നിരിക്കുന്നു. അതേസമയം നമ്മളെ നേപ്പാളിലുള്ള ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്. വർഗീസിന്റെ മരണശേഷം രക്ഷപ്പെട്ടു പോയ നിഷയാകട്ടെ UK-ലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നിഷ തന്റെ മകളുടെ കൂടെ ആരുടെയോ തടങ്കലിലായിരുന്നു. അവർ ഒരു സിംഗിൾ മദർ ആയിരുന്നു. ഇവിടെ ജോണും താരയും ഒടുവിൽ കണ്ടുപിടിച്ചു വർഗീസ് എന്തിനാണ് താരയെ ഇവിടെ അപ്പോയിന്റ് ചെയ്തതെന്ന്. മൂവിയുടെ തുടക്കത്തിൽ വർഗീസ് ആകട്ടെ IT സെക്രട്ടറി ചെറിയാന്റെ മരണത്തിൽ പങ്കെടുക്കാൻ പോയതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. IT സെക്രട്ടറി വഴിയായിരുന്നു രവി മാധവൻ വർഗീസിനെ അപ്രോച്ച് ചെയ്തത്. IT സെക്രട്ടറി ചെറിയാനും രവി മാധവൻ കാശെന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാൾ ഹാർട്ട് അറ്റാക്കിലൂടെ മരിച്ചു എന്നാണ് പിന്നീട് ലോകം അറിഞ്ഞത്. എന്നാൽ അയാളുടെ പോസ്റ്റ്മോർട്ടം സമയത്ത് ശരീരത്തിൽ ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്ന ഒരു കെമിക്കൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ സ്ഥിരം കഴിക്കുന്ന ഗുളികകളിലൂടെ അത് ഉള്ളിൽ ചെന്നതാണ്. കൂടാതെ നിഷ വർഗീസിനെ കാണാൻ വേണ്ടിയിട്ട് ഔദ്യോഗിക വസതിയിലേക്ക് വന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ വിനോദായിരുന്നു. അതായത് രവി മാധവൻ കുറച്ച് എവിഡൻസ് തന്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ട അതേ വിനോദ്. ആ വിനോദും ഒരു ആക്സിഡന്റിൽ മരിച്ചുവെന്ന് താര ജോണിനോട് പറയുന്നു. എല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ ജോണിന് മനസ്സിലായി രവി മാധവൻ തന്റെ പ്രോജക്ട് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറിയാനിലൂടെ വർഗീസിനെ ഫോഴ്സ് ചെയ്യുകയായിരുന്നു. വർഗീസ് ആ പ്രോജക്ട് ഫ്രീസ് ചെയ്തു. വർഗീസിനെ കുടുക്കി മന്ത്രിസ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കണം. പക്ഷെ ആ കാര്യങ്ങളൊന്നും അറിയാവുന്ന ചെറിയാൻ ജീവിച്ചിരിക്കാനും പാടില്ല. അതുകൊണ്ട് ചെറിയാനെ കൊന്നു. അതുപോലെ അന്ന് നിഷയുടെ കൂടെ ഔദ്യോഗിക വസതിയിൽ പോയ വിനോദിനെയും കൊന്നു. വർഗീസിനെതിരെയുള്ള ഈ അലിഗേഷന്റെ എല്ലാം പിന്നില് രവി മാധവനാണെന്ന് ജോണിന് മനസ്സിലായി. അതുപോലെ തന്നെ ജോണിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ രവിയോ എടുക്കുന്നു. ജോണിനെതിരെ സുഗേഷ് കൊടുത്ത കംപ്ലൈന്റ് മനഃപൂർവ്വം ജോൺ തന്നെ പറഞ്ഞിട്ടാണ് ചെയ്തതെന്നുള്ള കാര്യം രവി മനസ്സിലാക്കി. കാരണം ഇവർ തമ്മിൽ നേരത്തെ കണ്ടുമുട്ടുകയും പല പരിപാടികളിലും ഒരുമിച്ച് പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് രവിക്ക് കിട്ടി. ജോൺ ചില കാര്യങ്ങളിൽ നമ്മളെക്കാളും ഷാർപ്പാണെന്ന് രവി ഇഷാനോട് പറയുന്നു. പുരുഷോത്തമനോ ടോബിനോ ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ നമ്മൾ പറഞ്ഞെടുത്ത് നിന്നേനെയെന്ന് ഇഷാൻ പറയുന്നു. ഇവൻ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ക്ലവറാണ്. വർഗീസിന്റെ മരണമാണ് ഇതിനെല്ലാം കാരണം. അയാൾ ഇത്ര പെട്ടെന്ന് മരിക്കുന്ന താൻ കരുതിയില്ലെന്നും ഇഷാൻ പറയുന്നു. എന്നാൽ അതൊക്കെ സംഭവിക്കേണ്ടത് തന്നെയാണെന്നാണ് രവി പറയുന്നത്. കാരണം രവിക്ക് വർഗീസിനോട് ദേഷ്യം തോന്നാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു.
വർഷങ്ങൾക്ക് മുമ്പ് രവിയുടെ അച്ഛൻ ഒരു ASI ആയിരുന്നു. അന്നൊരാള് ആ സ്റ്റേഷൻ പരിധിയിലുള്ള വലിയൊരു മുതലാളിയുടെ വീട്ടിൽ നിന്ന് കുറേയധികം ഏലം മോഷ്ടിച്ചു. ആ മുതലാളിക്ക് മുകളിൽ ഒരുപാട് പിടിപാടുണ്ടായിരുന്നു. അതുകൊണ്ട് മോഷ്ടിച്ച കള്ളനെ നന്നായിട്ട് പെരുമാറാൻ പറഞ്ഞു. SIമാരും മറ്റു പോലീസുകാരും ചേർന്നിട്ട് അയാളെ നന്നായിട്ട് പെരുമാറുകയും കസ്റ്റഡിയിൽ വെച്ച് അയാൾ മരിക്കുകയും ചെയ്തു. പക്ഷെ കസ്റ്റഡി മരണം നടന്നതോടുകൂടി SIയും മറ്റു പോലീസുകാരും അതെല്ലാം ASI ആയ തന്റെ അച്ഛന്റെ മേൽ പഴിചാരുകയും അച്ഛനെ കുറ്റക്കാരനാക്കുകയും ചെയ്തു. തന്റെ ജോലി പോകുമെന്നും അറസ്റ്റ് ഉണ്ടാകുമെന്നും മനസ്സിലാക്കി ASI ആയ രവിയുടെ അച്ഛൻ സഹായം ചോദിച്ചു ചെന്നത് വർഗീസിന്റെ അടുത്താണ്. വർഗീസ് എന്ന ആഭ്യന്തരമന്ത്രിയായിരുന്നു. അയാൾക്ക് മുകളിൽ നിന്ന് ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. അത് കാരണം രവിയുടെ അച്ഛനെ സഹായിക്കാൻ വർഗീസിന് പറ്റിയില്ല. രവി ഈ കഥ ഇഷാനോട് പറയുന്ന അതേ സമയത്ത് തന്നെ രാമകൃഷ്ണൻ ഈ കഥ ജോണിനോടും പറയുന്നുണ്ട്. വർഗീസ് പ്രഷർ കാരണം രവിയുടെ അച്ഛനെ കൈയൊഴിഞ്ഞു. അയാളുടെ ജോലി പോയി, അറസ്റ്റും ചെയ്തു. അയാൾ ജയിലിലായി. കേസ് നടത്താനും മറ്റുമായിട്ട് രവിയുടെ അമ്മ എല്ലാ സ്വത്തുക്കളും വിറ്റഴിച്ചു. ഒടുവിൽ ജാമ്യം കിട്ടി രവിയുടെ അച്ഛൻ പുറത്തിറങ്ങിയെങ്കിലും നാണക്കേടെല്ലാം കാരണം അയാൾ ആത്മഹത്യ ചെയ്തു. തന്റെ അച്ഛന് സംഭവിച്ച അതുപോലൊരു മരണം തന്നെയാണ് വർഗീസിനും സംഭവിച്ചിരിക്കുന്നത്. അയാളും നാണക്കേട് കാരണം സ്വയം ഹൃദയം പൊട്ടി മരിച്ചു. അതിനിടയ്ക്ക് പ്രതിപക്ഷത്തുണ്ടായിരുന്ന ജയദേവന്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനം പോകുന്നു. ഇതിനെല്ലാം കാരണം ജോൺ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണെന്നാണ് റോസ് പറയുന്നത്. അത് കാരണം റോസിനും ജോണിനും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. രാഷ്ട്രീയത്തിലേക്ക് അവൻ ഇറങ്ങിയതിന്റെ പിന്നിലുള്ള കാരണം ഇപ്പോഴും ക്ലിയർ ആയിട്ട് റോസിനോട് ജോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ജോണുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല എന്നും പിരിയാമെന്നുമായിരുന്നു റോസിന്റെ തീരുമാനം. ഇക്കാര്യം റോസ് തന്റെ അച്ഛൻ ജയദേവനോട് പറയുമ്പോൾ അയാൾ പറയുന്നത് ജോണിന്റെ സൈലൻസില് എന്തോ ഒരു കാര്യം കൂടി ഉണ്ടെന്നാണ്. അവൻ എപ്പോഴെങ്കിലും അത് നിന്നോട് തുറന്നു പറയും. കുറച്ച് സമയം കൂടി അവന് കൊടുക്കണം. അതേസമയം മറ്റൊരു സൈഡിലൂടെ ജോൺ ആകട്ടെ നിഷ ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ജോണിന് തന്റെ ഒരുപാട് ആൾക്കാരും കൂട്ടുണ്ടായിരുന്നു. UK പോയി എന്ന് സംശയിച്ച നിഷയാകട്ടെ നേപ്പാളിലുണ്ടെന്ന് ഒരാൾ കണ്ടെത്തി ജോണിനെ അറിയിക്കുന്നു. കൂടാതെ അടുത്ത മന്ത്രിസഭയില് ജോൺ തന്റെ പുതിയൊരു പ്രഖ്യാപനവും നടത്തുന്നുണ്ട്. വിമാധവൻ കൊണ്ടുവന്ന പ്രോജക്റ്റെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സർക്കാർ തന്നെ ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കുന്നു. നിശ്ചിത വരുമാനത്തിൽ താഴെയുള്ള ആൾക്കാർക്കായിരുന്നു ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. യാതൊരു തടസ്സവുമില്ലാതെ ഡേറ്റ ഫ്രീഡം ഉറപ്പാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റായി കേരളം മാറ്റാനായിരുന്നു ജോണിന്റെ ശ്രമം. വിവരസാങ്കേതിക വിദ്യ രവിമാധവന്റെ കമ്പനിയെ പോലെയുള്ള ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കാൻ ജോൺ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതോടെ പുരുഷോത്തമന് മനസ്സിലായി ജോൺ പിന്നിൽ നിന്ന് കളിക്കുകയായിരുന്നുവെന്ന്. ഇതിനെപ്പറ്റി പുരുഷോത്തമൻ രവിയോടും പറയുന്നു. രവി അടുത്ത കളിക്കൊരുങ്ങുകയാണ്. നേരെ നേപ്പാളിലെത്തി നിഷയെ കാണുന്നുണ്ട്. നിഷ രവിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തില്ലേ, എന്നിട്ട് എന്തിനാ എന്നെയും മകളെയും ടോർച്ചർ ചെയ്യുന്നതെന്ന്. ഞാൻ കാരണം നിരപരാധിയായ ഒരു മനുഷ്യനും മരിച്ചു. UK ഒരു നല്ല ലൈഫ് വാഗ്ദാനം ചെയ്തുകൊണ്ടാ നിങ്ങളുടെ കൂടെ ഞാൻ നിന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ ക്രൂരതകളാ. എന്നാൽ രവി പറയുന്നത് നിഷ ഇനിയും ഒരു തവണ കൂടി താൻ പറയുന്ന കാര്യം ചെയ്യണമെന്നാണ്. അല്ലെങ്കിൽ അവളുടെ മകളെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. വേറെ നിവൃത്തിയില്ലാതെ നിഷയ്ക്ക് അയാൾ പറയേണ്ട കാര്യം ചെയ്യേണ്ടതായിട്ട് വരികയാണ്. നിഷയെ വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ തന്റെ കൂട്ടത്തിലെ ഒരു സംഘത്തിനോട് രവി പറയുന്നു. നിഷയുടെ മകളെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനും പറയുന്നു. കേരളത്തിലെത്തിയ നിഷയാകട്ടെ ആദ്യം കാണുന്നത് ടോബിനെയായിരുന്നു. ഇവർ തമ്മിൽ കാണുമ്പോഴും സംസാരിക്കുമ്പോഴുമാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത് ടോബിന് അവിഹിതമുണ്ടായിരുന്ന സ്ത്രീ നിഷയായിരുന്നു എന്ന്. പക്ഷേ വർഗീസിനെ ചതിച്ചതിന്റെ പിന്നിൽ ടോബിന്റെ കൈ ഉണ്ടായിരുന്നില്ല. എല്ലാം രവിമാധവന്റെ പ്ലാനായിരുന്നു. രവി ടോബിനെയായിരുന്നു ആദ്യം കയ്യിലെടുക്കാൻ ശ്രമിച്ചത്. രവി തന്നെയായിരുന്നു നിഷയെ ടോബിന് പരിചയപ്പെടുത്തി കൊടുത്തത്. എന്നാൽ നിഷ തന്റെ അച്ഛനെ ചതിച്ചു എന്ന് മനസ്സിലാക്കിയ സമയത്ത് ശരിക്കും ഞെട്ടിയത് ടോബിനായിരുന്നു. അതോടെ രവിയുമായിട്ടുള്ള കണക്ഷനും ടോബിൻ വിട്ടു. ഇപ്പൊ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ദേഷ്യത്തോട് ടോബിൻ ചോദിച്ചതും ആ സമയം ഇവരുടെ വണ്ടിയുടെ ബാക്കിലായിട്ട് ഒരു ലോറി വന്നിടിക്കുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ മീഡിയ അവിടേക്ക് വരികയും ഇവരെ രണ്ടുപേരെയും കൈയോടെ പിടിക്കുകയും ചെയ്തു. ചെറിയ ആക്സിഡന്റ് പറ്റിയ സ്ഥിതിക്ക് രണ്ടുപേരെയും നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. നിമിഷ നേരം കൊണ്ട് മീഡിയയിലെല്ലാം ചർച്ചയായി. വർഗീസിനെതിരെ ആരോപണം ഉന്നയിച്ച നിഷയുടെ കൂടെ ടോബിനും ഉണ്ടായിരുന്നുവെന്ന്. സെക്ഷൽ അസോൾട്ട് കേസിൽ ടോബിനും പങ്കുണ്ടായിരുന്നുവെന്നാണ് മീഡിയ പറയുന്നത്. ഇതെല്ലാം ജോണും കാണുന്നുണ്ട്. പുരുഷോത്തമൻ ഇതെല്ലാം കണ്ട് ജോണിനോട് സംസാരിക്കാൻ വരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ടോബിനെ അവിടെ നിന്നും രക്ഷിച്ച് പോലീസുകാര് ജോണിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് നിഷയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വർഗീസിനെ ഇതിനു മുമ്പ് ചതിച്ചതാണെന്ന് ഇവിടെ പലരും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അയാളെ മക്കളാണ് ചതിച്ചതെന്ന് തനിക്ക് ഇപ്പോൾ മനസ്സിലായെന്നാണ് പുരുഷോത്തമൻ പറയുന്നത്. അപ്പനെ കൂട്ടിക്കൊടുത്ത മൂത്ത സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച നീ ഒരിക്കലും ഈ കസേരയിൽ ഇരിക്കാൻ പാടില്ല എന്ന് പുരുഷോത്തമൻ പറഞ്ഞതും നാളെ രാവിലെ വരെ തനിക്ക് സമയം തരണമെന്നാണ് ജോൺ പറയുന്നത്. അതിനുശേഷം ഞാൻ രാജിവെക്കും. ഈ സ്ഥാനം സാറിനുള്ളതാണ്. താനുടനെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നുവെന്ന് കേട്ടതും പുരുഷോത്തമൻ സന്തോഷത്തോടെ അവിടെ നിന്ന് തിരിച്ചുപോയി. ആ സമയം തന്റെ മകളെ രവിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് രവി പറഞ്ഞ പോലെ തന്നെ പോലീസുകാരോട് നിഷ സംസാരിക്കുന്നു. ടോബിനും താനും തമ്മിൽ കുറെ വർഷമായിട്ട് ബന്ധത്തിലാണെന്നും ടോബിന് CM സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ പറഞ്ഞ പ്രകാരം താൻ വർഗീസിനെതിരെ അലിഗേഷൻ നടത്തിയതെന്നും നിഷ പറയുന്നു. പക്ഷേ അയാൾ പ്രതീക്ഷ പോലെ അയാൾക്ക് പവർ കിട്ടിയില്ല. അയാൾ എന്നെ ഉപേക്ഷിച്ചു. ഞാൻ അയാളെ എക്സ്പോസ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. പക്ഷെ ഇപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്തത് ഇപ്പോഴത്തെ CM ജോൺ ആണെന്നാണ് നിഷ പറയുന്നത്. എല്ലാം സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ എന്നെ വിളിച്ചത്. പക്ഷെ അതൊരു ട്രാപ്പായിരുന്നു. അതായത് ജോണിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അടുത്തൊരു അലിഗേഷനുമായിട്ട് നിഷ ഇവിടേക്ക് അയച്ചതായിരുന്നു രവി. എന്നാൽ ഇവിടെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ജോൺ ആകട്ടെ ടോബിനോട് സംസാരിക്കുന്നു. നിഷയുമായിട്ട് ടോബിന് 2 വർഷത്തെ ഏർപ്പാടുണ്ടായിരുന്നു. അച്ഛനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും
നിനക്കില്ലായിരുന്നു എന്ന് ടോബിനോട് ജോൺ ചോദിക്കുന്നു. താനൊരിക്കലും അച്ഛനെ ചതിച്ചിട്ടില്ല എന്നാണ് ടോബിൻ പറയുന്നത്. രവിയും കൂട്ടരും പല പ്രോജക്റ്റുമായിട്ട് തന്റെ അടുത്തും വന്നിട്ടുണ്ട്. അവരാണ് നിഷയെ എനിക്കും പരിചയപ്പെടുത്തി തന്നത്. അവളുടെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അച്ഛനെ കാണണമെന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാനാണ് അച്ഛന്റെ അടുത്തേക്ക് അവളെ ആദ്യം കൊണ്ടുവന്നത്. അവള് തന്നെ അച്ഛനെതിരെ ഒരു അലിഗേഷൻ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ഞാൻ തന്നെയാണ്. അച്ഛനെ ഫേസ് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവളെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ പലതവണ ശ്രമിച്ചിട്ടും കിട്ടിയില്ല. ഇന്നത്തെ ദിവസം അവൾ എന്നെ വിളിച്ചത് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് പോയതാ. വൺ നേഷൻ വൺ ഇൻഫർമേഷൻ പദ്ധതിയിൽ ടോബിൻ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നു എന്ന് ജോൺ ചോദിക്കുമ്പോൾ ടോബിൻ പറയുന്നുണ്ട് അതിൽ തനിക്കൊരു പങ്കുണ്ടായിരുന്നില്ല എന്ന്. പക്ഷെ അതിൽ കൂട്ടുനിൽക്കുകയാണെങ്കിൽ തന്നെ പരിഗണിക്കാമെന്ന് ഇഷാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവരെല്ലാം നിങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നാണ് ജോൺ പറയുന്നത്. വർഗീസിനെതിരെ ആരോപണം ഉന്നയിക്കാൻ നിഷയെ സെറ്റ് ചെയ്തു. ആവശ്യം വന്നാൽ ആ അലിഗേഷനിൽ നിന്നെയും ചേർക്കാൻ വേണ്ടിയിട്ടാണ് നിഷയും നിന്നെയും തമ്മിൽ അവർ കണ്ടുമുട്ടിച്ചതും നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാക്കിയതും. ഇതെല്ലാം മനസ്സിലായ ടോബിൻ പറയുന്നുണ്ട് ഈ സത്യങ്ങളൊക്കെ താൻ എവിടെ വേണമെങ്കിലും തുറന്നു പറയാം, താൻ പക്ഷെ അപ്പനെ ചതിച്ചിട്ടില്ല എന്ന്. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന വർഗീസിന്റെ വൈഫാകട്ടെ ടോബിനെ അടിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ മരിച്ചതിന് കാരണം നീയാണെന്ന്. അയാൾ ചങ്കുപൊട്ടിയാണ് മരിച്ചത്. മരിക്കുന്നതിന് അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് അവർ പറയുമ്പോൾ എല്ലാവരും ഞെട്ടിത്തരിക്കുന്നു. അന്ന് രാത്രി പതിവ് പോലെ ഉറങ്ങാൻ വേണ്ടി പോയ വർഗീസ് ആകട്ടെ തന്റെ ചെറുമകളോട് പറയുന്നുണ്ട് അമ്മയോട് പോയി ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വാ, നമുക്കൊന്ന് ഒരുമിച്ച് കിടന്ന് ഉറങ്ങാമെന്ന്. എന്നാൽ അന്ന് അയാൾക്കെതിരെ വന്ന അലിഗേഷൻസ് എല്ലാം തന്നെ വാർത്തകളിലൂടെയും ട്രോളുകളിലൂടെയും ആ കുട്ടിയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പാപ്പൻ ചീത്തയാണെന്നും ഞാൻ ഒരിക്കലും അപ്പാപ്പന്റെ കൂടെ എനിക്ക് കിടക്കില്ല എന്നും മമ്മയെ എന്നോട് അപ്പാപ്പന്റെ അടുത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ആ കുട്ടി പറയുന്നു. ചെറുമകള് പോലും തന്നെ തെറ്റിദ്ധരിക്കുകയും തന്റെ അടുത്തേക്ക് വരാതിരിക്കുകയും ചെയ്തത് കണ്ടതോടുകൂടി വർഗീസ് ശരിക്കും തകർന്നു. അന്ന് രാത്രി മുഴുവൻ അയാൾക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ വൈഫ് മാത്രമേ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ വിഷമം തന്നെയായിരുന്നു അയാൾ ചങ്കുപൊട്ടി മരിക്കാൻ കാരണവും. കൊച്ചു കുട്ടികൾ പോലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണാന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരും എന്തായിരിക്കും വർഗീസിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് അവിടെ നിന്ന് എല്ലാവരോടും അയാളുടെ വൈഫ് ചോദിക്കുന്നു. വർഗീസിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന് ജോണിനെ നിർബന്ധിച്ചതും അയാളുടെ വൈഫ് തന്നെയായിരുന്നു. ഈ സത്യങ്ങളെല്ലാം റോസിനോടും അവർ തുറന്നു പറയുന്നു. അതോട് റോസിന് മനസ്സിലായി എന്തുകൊണ്ടാണ് ജോൺ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതെന്ന്. നിഷ ഇവിടേക്ക് വരുന്നുണ്ടെന്ന് ജോൺ ഓൾറെഡി അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നീ അവളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഒന്നും തന്നെ തടയേണ്ട എന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞത്. വർഗീസിനെതിരെ പ്രവർത്തിച്ച എല്ലാവരും ശിക്ഷ അനുഭവിക്കണമെന്ന് ഇവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രവി മാധവന്റെ ഓൺ ടൈം ന്യൂസ് ചാനലിൽ ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ജോൺ പോകുന്നു. രവി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ജോണിനെതിരെയും ടോബിനെതിരെയും വന്ന അലിഗേഷൻസിനെ പറ്റിയൊക്കെ അരവിന്ദൻ എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ് ചോദിച്ചതും ജോൺ തിരിച്ച് അവർക്കൊരു പണി കൊടുക്കുന്നു. ടോബിനെയും നിഷയും കാറിൽ വെച്ച് കൈയോടെ മീഡിയ പിടിച്ചതല്ലേ, പക്ഷേ കറക്റ്റ് സമയത്ത് മീഡിയ അവിടെ എങ്ങനെ വന്നു എന്നാണ് ജോൺ ചോദിക്കുന്നത്. അത് കേട്ടത് ആങ്കറും രവിയും ഒന്ന് ഡിസ്റ്റർബ്ഡ് ആയി. അതെല്ലാം രവിയുടെ പ്ലാനിംഗ് ആയിരുന്നു. പക്ഷെ അത് ജോണും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവർ അവിടെ കണ്ടുമുട്ടുന്നതിന് മുൻപ് തന്നെ തന്നെ മീഡിയക്കാരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഷയും ടോബിൻ അവിടെ കണ്ടുമുട്ടുമെന്നും ഒരു ചെറിയ ആക്സിഡന്റ് നടക്കുമെന്നും അവിടേക്ക് പോയി അവരെ ഒരുമിച്ച് ഷൂട്ട് ചെയ്യണമെന്നും അതിന്റെ റെക്കോർഡിംഗ്സ് തന്റെ കയ്യിലുണ്ടെന്ന് ജോൺ പറയുന്നു. കൂടാതെ നിഷ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്കെതിരെയല്ല അലിഗേഷൻസ് ഉന്നയിച്ചിരിക്കുന്നത്, വർഗീസിനെ ചതിച്ച ആൾക്കെതിരെയാണ്. ഞാൻ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നിഷയെ കേരളത്തിലേക്ക് വീണ്ടും രവി ഇറക്കുന്ന സമയത്ത് നിഷയുടെ മകളെ അവിടെ നിന്നും കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ ജോണിന്റെ ആൾക്കാർ നിഷയുടെ മകളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നിഷ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ പോലീസുകാരോട് പറയുമ്പോൾ അവർ നിഷയുടെ മകൾ സേഫ് ആണെന്നുള്ള കാര്യം നിഷയെ അറിയിച്ചു. വീഡിയോ കോളിലൂടെ സംസാരിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി രവിയോടുള്ള പേടിയെല്ലാം മറന്ന് നിഷ സത്യങ്ങൾ തുറന്നു പറയുന്നു. രവിയെ പോലുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ഇരകളാണ് തങ്ങളെന്നാണ് നിഷ പറയുന്നത്. പല രീതിയിലും അവർ നമ്മളെ പേടിപ്പെടുത്തും, കാശ് തരികയും നല്ല ജീവിതം വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. വർഗീസിനെതിരെ കള്ളക്കേസ് കൊടുക്കാൻ പറഞ്ഞതും അയാൾ തന്നെയാണ്. ഇപ്പോൾ ടോബിനെതിരെയും ജോണിനെതിരെയും അലിഗേഷൻസ് ഉന്നയിക്കാൻ പറഞ്ഞതും അയാൾ തന്നെയാണ്. അത് വൺ നേഷൻ വൺ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഇവരുടെ പ്രോജക്ടിന്റെ പിന്നിലെ അപകടങ്ങളെ പറ്റിയും ജോൺ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും പറയുന്നു. സമൂഹത്തിലെ ഏറ്റവും വലിയ കരുത്തും തിരുത്തൽ ശക്തിയുമാണ് മാധ്യമം. അതായിരിക്കണം മാധ്യമധർമ്മം. അല്ലാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും ആൾക്കാരിലേക്ക് കള്ള വാർത്തകൾ കൊണ്ടുകൊടുക്കാനും വേണ്ടിയിട്ടല്ല മാധ്യമം നിലകൊള്ളേണ്ടത്. സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ജനങ്ങള് രവിക്കെതിരെ തിരിയുന്നു. വർഗീസ് ശരിക്കും നിരപരാധിയായിരുന്നു എന്നുള്ള സത്യവും ജനങ്ങൾ മനസ്സിലാക്കി. അയാളുടെ കല്ലറയുടെ മുന്നിൽ ഇന്ന് അയാളുടെ ഫാമിലി മാത്രമായിരുന്നില്ല, അയാളെ സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങളും ഉണ്ടായിരുന്നു. ഈ മന്ത്രിസ്ഥാനമൊന്നും തനിക്ക് വേണ്ടെന്നും താൻ രാജിവെക്കാൻ പോവുകയാണെന്നും തന്റെ സ്ഥാനം രാമകൃഷ്ണൻ ഏറ്റെടുക്കണമെന്നും ജോൺ അയാളോട് പറയുന്നു. പുരുഷോത്തമനെ പോലെയുള്ള ആൾക്കാർ ഒരിക്കലും ആ സ്ഥാനത്തേക്ക് വരാൻ പാടില്ല. അങ്ങനെ തന്റെ അച്ഛന്റെ നിരപരാധിത്വം തെളിയിച്ച് തന്റെ പഴയ ലൈഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ജോണിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.